ചവനപ്രാശൻ ലേഹ്യം എന്ന് പറഞ്ഞാൽ ഇന്നറിയാത്തവരായി ആരും ഉണ്ടാവില്ല. ഒരുപക്ഷെ ആയുർവേദ ഔഷധങ്ങളിൽ വളരെ പ്രധാനമായ ഒരു ഔഷധമായി നമ്മൾ കാണുന്നതാണ് ചവനപ്രാശൻ ലേഹ്യത്തെ. ചവനപ്രാശൻ ലേഹ്യം, ത്രിഫലാ ചൂർണം എന്നിവയിലൊക്കെ വളരെ പ്രധാനമായും ചേരുന്നതാണ് നെല്ലിക്ക. വളരെ പ്രസിദ്ധമായ ഒരു രസായന ഔഷധവുമാണ് നെല്ലിക്ക. രസായന ഔഷധം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് അറിയണമെന്നില്ല. എന്താണ് രസായന ഔഷധം എന്ന് നമുക്ക് വൈദ്യമഠം തിരുമേനിയോടും ചോദിക്കാം. ഈ നെല്ലിക്ക പ്രധാനപ്പെട്ട ഒരു രസായന ഔഷധമാണെന്ന് പറയുന്നത്. ഈ രസായന ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ? രസായനം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിക്കുക. രസം ഈയതേ അനേന ഇതി രസായന. രസം രസധാതുവാണ്. ശരീരത്തിലെ 7 ധാതുക്കളാണ്. രസം, രക്തം, മാംസം, മേധസ്, മജ്ജ, അസ്ഥി, ശുക്ലം. അങ്ങനെ 7 എണ്ണമാണ്. അതിൽ ഓരോന്നിനെയും ആദ്യം ഉണ്ടാവുന്നതാണ് രസം. അത് നമ്മൾ കഴിക്കുന്ന ആഹാരം ആമാശയത്തിലെത്തി ആദ്യം ഉരുത്തിരിഞ്ഞ് വരുന്നത് രസധാതുവാണ്. ആ രസധാതുവിനെ പ്രത്യേക രാസപ്രക്രിയയിലൂടെ രക്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രക്തമാവുന്നത്. ആ രക്തം അത് മാംസമായി തീരുന്നു. ആ മാംസത്തിൽ നിന്ന് മേധസ് ഉണ്ടാവണം. മേധസ്സിൽ നിന്ന് അസ്ഥി ഉണ്ടാവണം. അസ്ഥിയിൽ നിന്ന് ശുക്ലം ഉണ്ടാവണം. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. ഇതിൽ ഈ രസധാതു മുതൽ ഈ ഔഷധത്തിൻ്റെ വീര്യത്തോടു കൂടി വേണ്ട വിധത്തിലാക്കി തീർക്കുക എന്നുള്ളതാണ് രസായനം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ ആദ്യത്തെ ധാതു മുതൽ റിനീവേഷനോ എന്താ പറയാ, റിജുവേഷനോ എന്താ വെച്ചാൽ അത് ചെയ്ത് പരിഷ്കരിച്ച് അതിനെ നൂതനമാക്കി പുതുതാക്കി കൊണ്ടുപോവുക എന്നാണ് സാമാന്യേന രസായനത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ പറയാൻ പറ്റുള്ളൂ. പേരെന്നാ? കൊച്ചു ത്രേസ്യ. ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട്? 65. വീട് എവിടെ? എളന്തിക്കര. എന്തെങ്കിലും പ്രയാസം? കാലുവേദന, കാലുമുട്ട്, തളർച്ച, ക്ഷീണം, കൈ തളർന്നു. എത്ര നാളായിട്ട് ഇങ്ങനെ വേദനയൊക്കെ തുടങ്ങിയിട്ട്? ഇപ്പൊ കുറെ നാളായിട്ടുണ്ട്. ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ 3 മാസമായിട്ടാണ് ഇപ്പൊ ഇത്രയും കൂടുതൽ തലകറക്കവും ക്ഷീണവും കാലും കൈയും മുട്ടും വേദനയും. ലേഹ്യം അങ്ങനെ എന്തെങ്കിലും ഈ ആയുർവേദ മരുന്നുകൾ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇപ്പൊ അങ്ങനെ അധികം ചെയ്യാറില്ല. ചെയ്തിട്ടില്ല. ഇതിന് മുമ്പ് മരുന്ന് കഴിക്കണ്ട? ഇംഗ്ലീഷ് മരുന്ന് കുറേച്ചൊക്കെ കഴിക്കണ്ട. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു മരുന്നും കഴിക്കണില്ല. കഴുത്ത് കഴപ്പോ അല്ലെങ്കിൽ കൈയുടെ സന്ധികളിൽ വേദനയോ അങ്ങനെയൊക്കെ വരും? വേദന എല്ലായിടത്തും ഉണ്ട്. വേദന, തളർച്ചയും ക്ഷീണവും. നടക്കുമ്പോ ഇങ്ങനെ കിതപ്പ് പോലെയോ അങ്ങനെ പ്രയാസമുണ്ട്. ഉറക്കമൊക്കെ ഉണ്ടോ? ഉറക്കം കുറവാണ്. വിശപ്പൊക്കെ എങ്ങനെയുണ്ട്? വിശപ്പ് സാധാരണ പോലെ, അധികം വിശപ്പില്ല. നെഞ്ചരിച്ചിലോ അങ്ങനെ പുളിച്ചു കെട്ടണ മാതിരിയോ അങ്ങനെ പ്രയാസം ഉണ്ടാവും? നെഞ്ചരിച്ചിലുണ്ടാവാറുണ്ട്. വിശപ്പൊക്കെ ഉണ്ട്? വിശപ്പ് കുറവാണ്. വിശപ്പ് കുറവാണ്. തലകറക്കം അങ്ങനെ തോന്നാറുണ്ടോ? തലകറക്കം തോന്നാറുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്? എല്ലാ നേരവും ഭക്ഷണം കുറേശ്ശേയിലും ആവശ്യത്തിന് കഴിക്കും? ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാറുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചായിരുന്നോ? ഈ വേദനയും ഇങ്ങനെ തളർച്ചയൊക്കെ വന്നിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടായിരുന്നോ ഇപ്പൊ ഇത്രയും നാളായിട്ട്? കുറച്ച് നാളൊക്കെ മരുന്ന് കഴിച്ചായിരുന്നു. മരുന്ന് ഇപ്പൊ കഴിക്കണില്ല. വേറെ പ്രകൃതി ചികിത്സയും കുറെയൊക്കെ കഴിക്കണ്ടായിരുന്നു. മരുന്നുകൾ ഇപ്പൊ ഒന്നും കഴിക്കണില്ല? ഇപ്പൊ ഒന്നും കഴിക്കണില്ല. ഞാനൊരു കുഴമ്പൊക്കെ എഴുതരാം ഈ കാല് വേദനയ്ക്കും അങ്ങനെ പ്രയാസത്തിനും ഒക്കെ. പിന്നെ ക്ഷീണമൊക്കെ മാറാനായിട്ട് കുറച്ച് കഷായവും അരിഷ്ടമൊക്കെ നമുക്ക് കഴിക്കാം. ഇതിങ്ങനെ 1 മാസം അടുപ്പിച്ച് കഴിക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കാം, അതല്ലെങ്കിൽ വരും കേട്ടോ. ഇതുപോലെ വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന തളർച്ച അല്ലെങ്കിൽ വിളർച്ച, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ മുതലായിട്ടുള്ള അവസ്ഥയിൽ ഈ നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ഈ ചവനപ്രാശം വളരെയധികം ഗുണപ്രദമാണ്. ഈ നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ ബി കോംപ്ലക്സ്, പ്രോട്ടീൻസ്, മറ്റ് രാസഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ തളർച്ചയൊക്കെ തീർത്ത് രക്തത്തിൻ്റെ അവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനും വളരെയധികം ഇത് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ നെല്ലിക്ക എന്നത് വളരെ രുചിയെ വർദ്ധിപ്പിക്കുന്ന അഗ്നിവർദ്ധകമായിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ്.
അപ്പോൾ ഈ നെല്ലിക്ക പ്രധാനമായിട്ട് ഘടകങ്ങളായിട്ടുള്ള ഈ ചവനപ്രാശം ഈ രോഗിയിൽ വളരെയധികം വിശപ്പിനെ ഉണ്ടാക്കാനും അതുപോലെ അഗ്നിക്ക് പ്രസാദനത്തെ അല്ലെങ്കിൽ ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം വളരെ സഹായകമായിരിക്കും.